بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. شيخ الإسلام ابن عبد الوهاب رحمه الله تعالى നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ എടുത്തു പറയുകയാണ്. മുമ്പ് പറഞ്ഞ പോലെ അത് 10 മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഈ 10 എണ്ണം ഇജ്മാഉള്ള 10 കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഉലമാഇന് അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ 7ാമത്തേതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസ്സിഹ്റു, മാരണം ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട മസ്അലകളിൽ മറ്റൊരു മസ്അല അൽ മസ്അലത്തു റാബിഅ ഉഖൂബത്തു സാഹിർ, സിഹർ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷാ നടപടി അതെന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു സാഹിർ കാഫിറാകുമോ ഇല്ലയോ എന്ന മസ്അലയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അയാള് ജിന്നുകളെ കുഫ്രിയായ വഴികളിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സിഹർ ചെയ്യുന്നതെങ്കിൽ അയാൾ കാഫിറാണ്, അതിൽ സംശയമില്ല. എന്നാൽ അതുമായിട്ടൊന്നും ബന്ധമില്ലാതെ ചില എഴുത്തുകുത്തുകളോ ഊതലുകളോ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് മില്ലത്തിൽ നിന്ന് പുറത്തുപോയി പോകുന്ന കുഫറായി പരിഗണിക്കാനും പറ്റില്ല. ഇതാണ് ഉലമാഇന്റെ ഒരു സാഹിർ കാഫിർ ആകുമോ ഇല്ലയോ എന്ന വിഷയത്തിലുള്ള അഭിപ്രായം. പൊതുവെ ഒരു സാഹിർ സിഹർ ചെയ്യുന്നത് ജിന്നുകളെ കുഫറും ഷിർക്കുമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് തൃപ്തിപ്പെടുത്തി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. ചിലപ്പം അള്ളാഹുവിനെ ചെറി പറയേണ്ടി വരും, പരിശുദ്ധ ഖുർആനിനെ അവഹേളിക്കേണ്ടി വരും. ഒരാളെ മില്ലത്തിൽ നിന്ന് പുറത്തു പോയി പോകുന്ന കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർക്ക് വേണ്ടി ബലികർമ്മം നടത്തേണ്ടി വരും. അത് വന്നു കഴിഞ്ഞാൽ അയാൾ കാഫിറാന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതൊന്നുമില്ലാതെ വെറും എഴുതുക മാത്രം ചെയ്യുന്നവരെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായി ഹുക്മ് പറയാൻ പറ്റൂല. കുഫറുൻ ദൂന കുഫർ, ഇതുപോലെ ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറും പറയുന്നത് പോലെ. എന്നാൽ അത് അനുവദനീയമാണോ? അല്ലതാനും കബായിറുകളിൽപ്പെട്ട മുഹറമാത്തുകളിൽപ്പെട്ട കാര്യവും ആണ്, ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപം ചെയ്തിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ആ സിഹറിനെയാണ് കബായിറിന്റെ കൂട്ടത്തിൽ എണ്ണിയത്. അതേസമയം കുഫറും ഷിർക്കും ചെയ്തുകൊണ്ടുള്ള സിഹറാണെങ്കിൽ കബായിറിന്റെ കൂട്ടത്തിലല്ല എണ്ണുക. അയാൾ ഓൾറെഡി ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയി പോകും. അതേപോലെയാണ് ഒരു സാഹിറിനുള്ള ഉഖൂബത്തും, ശിക്ഷാ നടപടിയും ഒരു ഇസ്ലാമിക ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ റഅയാൻ, 2 അഭിപ്രായങ്ങൾ ഉണ്ട്. അർ-റഅയുൽ അവ്വൽ, ഒന്നാമത്തെ അഭിപ്രായം ഇൻദൽ ഇമാമി മാലിക് വൽ ഇമാമി അഹ്മദ്, ഈ 2 പ്രഗത്ഭരായ പണ്ഡിതന്മാരും പറഞ്ഞു അന്നഹു യുഖ്തൽ, സാഹിർ കൊല്ലപ്പെടേണ്ട ആളാണ്. അതിന്റെ ശിക്ഷ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് നിലവിലുണ്ടെങ്കിൽ ഖാദി സിഹർ ചെയ്ത ആൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുക, അയാളെ കൊല്ലുക എന്നുള്ളതാണ്. വദലീലുഹും ഫീ ദാലിക്, അവരുടെ തെളിവ് ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. പക്ഷെ ആ ഹദീസിൽ ദുഅഫ് ഉണ്ട്, താനും ദഈഫായ ഒരു ഹദീസാണ്. അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദ്ദുസ് സാഹിരി ദർബത്തുൻ ബിസ്സൈഫി, ഒരു സാഹിറിന്റെ ഹദ്
വാളുകൊണ്ട് വെട്ടലാണ്. ഹദീസിൽ ദൂഫുണ്ട്. എന്നാൽ സ്വഹീഹായ മറ്റൊരു ഹദീസിനെ വെച്ചുകൊണ്ടാണ് ഈ രണ്ട് പണ്ഡിതന്മാരും സാഹിറുകൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് സ്ഥിരപ്പെടുത്തി പറയുന്നത്. ആ ഹദീസ് ബജാല റഹിമഹുല്ലാഹു തആല ഖാൽ ജാന കിതാബു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു അമീറായിരിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ ഒരു കിതാബ് ലെറ്റർ നമ്മുടെ അടുക്കൽ വന്നു. ഖബല മൗതിഹി ബിസനത്തിൻ, അദ്ദേഹം വഫാത്താവുന്നതിന്റെ ഒരു വർഷം മുമ്പ്. അതായത് ഗവർണർമാർക്കോ അല്ലെങ്കിൽ സേനാധിപന്മാർക്കോ എഴുതിയ കത്തായിരിക്കും. അപ്പൊ ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉഖ്തുലൂ കുല്ല സാഹിരിൻ, എല്ലാ സാഹിറുകളെയും നിങ്ങൾ കൊന്നുകളഞ്ഞേക്കണം. ഫഖതൽനാ സലാസ സവാഹിറ, ആ പ്രദേശത്തുള്ള 3 സാഹിറുകളെ ഈ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മൾ കൊല്ലുകയുണ്ടായി. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ, അതാണ് നിയമം. ആ ഹദീസ് വെച്ചുകൊണ്ടാണ് സാഹിറുകൾ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറയാനുള്ള കാരണം. മറ്റൊരു റിവായത്ത് ബഹുമാനപ്പെട്ട ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ തൊട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ ഖതലത് ജാരിയതൻ ലഹാ സഹറത്ഹാ. ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ സിഹ്ർ ചെയ്തു എന്ന് ഒരു ജാരിയത്തിനെ പറ്റി, ഒരു അടിമപ്പെണ്ണിനെ പറ്റി ഇവർക്ക് ഉറപ്പായപ്പോൾ ആ ജാരിയത്തിനെ കൊല്ലാൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, വഹദാ ഹുവ സ്വവാബു, ഇതാണ് ശരിയായ റഅയ്. കുഫറും ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഹ്ർ ചെയ്യുന്ന ആളുകൾ ഖാദിയെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുക ദർബുൻ ബിസ്സൈഫ്, അവരെ കൊന്നുകളയൽ ആണ്. ഇതാണ് അതിന്റെ തെളിവ്. രണ്ടാമത്തെ അഭിപ്രായം അന്നഹു ലാ യുഖ്തൽ, കൊല്ലപ്പെടുകയില്ല എന്നുള്ളതാണ്. വരുന്നുണ്ട് കൊല്ലപ്പെടുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇല്ല ഇദാ അമില അമലൻ യബ്ലുഗു ബിഹിൽ കുഫ്ര ബിസിഹ്രിഹി, ആ ചെയ്ത ആള് ആ സിഹ്ർ കൊണ്ട് കുഫ്റിൽ എത്തും എന്ന് ഉറപ്പായാൽ ഒഴികെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഖാദി എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പം അന്വേഷിക്കും, എന്ത് സിഹ്റാണ്, അയാളോട് തന്നെ ചോദിക്കും ചെയ്യും. ചോദിക്കണം എന്നാണ് നിയമം. അപ്പൊ ഈ കുഫ്ർ ശിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജിന്നുകളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ അതിൽ വരുന്നുണ്ടെങ്കിൽ അത് കുഫറായ സിഹ്റാണ്, ശിർക്കായ സിഹ്റാണ്, അയാൾ കൊല്ലപ്പെടും. അല്ലാത്തതിനെ ഈ പറഞ്ഞല്ലോ തവീസ് കെട്ടലും എഴുതലും, അത് കൊല്ലപ്പെടേണ്ടുന്ന സിഹ്റിന്റെ കൂട്ടത്തിൽ പെട്ടതല്ല. കബായിറിൽ പെട്ടതാണ്. ഷിർക്കാനൊക്കെ പോയല്ലോ, പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്തല്ലോ. അതേസമയം ഈ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ അത് തന്നെ എന്തെങ്കിലും ഉപകാരം ചെയ്യും, ഉപദ്രവങ്ങളെ തടയും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി. ഇപ്പൊ നൂല് കെട്ടുന്ന പോലെ, നൂല് കെട്ടുന്നത് 2 ഹുക്കുമാണ്. ഒന്ന് ബിദ്അത്തായ കെട്ടലുണ്ട്, മറ്റൊന്ന് ഷിർക്കായ കെട്ടലുണ്ട്. ഷിർക്കായ കെട്ടൽ എന്ന് പറഞ്ഞാൽ ആ കെട്ടിയ നൂല് സ്വയം എനിക്ക് ഉപകാരം ചെയ്യും, എനിക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തടയും എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഷിർക്കാവുക. എന്നാൽ ആ നൂല് കൊണ്ട് അള്ളാഹു കാവൽ തരും എന്ന് പറഞ്ഞാൽ ബിദ്അത്തായ വസീലയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, ദീനിലില്ലാത്ത ഒരു വസീല കൊണ്ട് അള്ളാഹിനോട് സഹായം തേടൽ ആയി. അങ്ങനെ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പൊ മുസന്നിഫ് പറയാണ് വസ്സവാബു, ഈ 2 അഭിപ്രായങ്ങളും വന്നല്ലോ, അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം യുഖ്തലു മുത്ലഖൻ, ഒരു സാഹിറിനെ നിരുപാധികം കൊല്ലപ്പെടേണ്ടതാണ്. സവാഉൻ കാന സിഹ്റുഹു കുഫ്റൻ, അവൻ ചെയ്ത സിഹ്ർ കുഫ്റാണെന്ന് ബോധ്യപ്പെട്ടാലും, ലിസ്തിആനതിഹി ബിശ്ശയാത്തീൻ, കാരണം പിശാചുക്കളോട് സഹായം തേടുന്നത് കൊണ്ട്, ഔ കാന യസ്ഹറുഹു മിൻ കബായിർ ദുനൂബ്, അല്ലെങ്കിൽ ഇസ്തിആനത്തും ബിൽ ജിന്നില്ലാത്ത കബായിറുകളിൽപ്പെട്ട സിഹ്റാണെങ്കിലും ശരി ഓനെയും കൊല്ലേണ്ടതാണ്. ഇതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. കാരണം ഇതാണ് മുഫ്തികളുടെ ബസീറത്ത്, ഉൾക്കാഴ്ചയുള്ള വർത്തനം. കാരണം അയാൾ വളരാൻ അനുവദിച്ചാൽ ഭൂമിയിൽ അയാൾ ഷർറും ഫിത്നയും ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ വഴി തടയുക, ഷിർക്കിലേക്കുള്ള വഴി തടയുക എന്ന മസല വെച്ചുകൊണ്ട്
ആ സിഹർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അയാൾ കൊല്ലപ്പെടേണ്ടത് തന്നെയാണ്. ഇതാണ് സവാബായ അഭിപ്രായം. അഞ്ചാമത്തെ മസ്അല, ഹുക്മു ഇത്തിയാനി സഹറതി വൽ കഹന. ഈ സിഹർ ചെയ്യുന്ന ആളുകൾ, സാഹിര്യങ്ങളും അതേപോലെ ജ്യോത്സ്യന്മാരും, ഇവരുടെ അടുക്കൽ പോകുന്നതിന്റെ ഹുക്ം നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമാണ്, പലതരത്തിലുണ്ട്. ഇത്തിയാനു സഹറ യൻഖസിമു ഇലാ ഖംസതി അഖ്സാം. അതിനെ ഉലമാക്കള് 5 വിഭാഗമായി വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, അയ്യഅതിയ ഹഉലാഇ സഹറ, ഈ സിഹർ ചെയ്യുന്ന ആൾക്കാരുടെ അടുക്കൽ വരികയും വയസ്അലഹും, എന്നിട്ട് അവരോട് ചില വിഷയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. എന്നിട്ടോ വയുസദ്ദിഖഹും ഫിൽ ഗൈബിൽ മുത്ലഖ്, നിരുപാധികം ഗൈബിയായിട്ടുള്ള ആ വിഷയങ്ങളിൽ അവനെ സത്യമാക്കുകയും ചെയ്യുക. എന്നാൽ നിരുപാധികം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് അവരോട് ഒരു വിഷയം ഇവര് ചോദിച്ചു. ഈ ചെന്ന് കണ്ട ആള് സാഹിര്യങ്ങളോടോ ജ്യോത്സ്യന്മാരോടോ, അയാള് കുറച്ച് മേലോട്ട് നോക്കിയിട്ട് അയാളുടെ വകയായിട്ട് അയാൾ ഗൈബ് അറിയുന്ന ആളെ പോലെ ഒരു ഗൈബ് പറഞ്ഞു. അതെന്ത് ചെയ്തു? ഈ ചോദിച്ച ആള് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചാൽ ഫഇദാ സദ്ദഖഹും ഫിൽ ഗൈബിൽ മുത്ലഖ്, മുത്ലഖായ ഗൈബിൽ, അതായത് വേറൊന്നിനോട് ചേർത്ത് എന്നോട് ഇങ്ങാള് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാതെ, അല്ലെങ്കിൽ ഞാൻ ഇന്നടുത്ത് കണ്ടിട്ടുണ്ട് എന്ന് പറയാതെ, ഇതാണ് മുത്ലഖായ ഗൈബ്. നിരുപാധികം അദൃശ്യമായ കാര്യത്തിൽ ഒരാൾ സത്യമാക്കിയാൽ ഫഹാദാ കുഫ്റുൻ, ഇത് കുഫറാണ്. മുഖ്രിജുൻ മിനൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫറാണ്. ലിഅന്നഹു, എന്താണ് അത് മില്ലത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന ശിർക്കാണ്, കുഫ്റാണെന്ന് പറയാൻ കാരണം, സറഫ ശൈഅൻ മിൻ ഖസാഇസിർ റുബൂബിയ്യതി ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട അള്ളാന്റെ ഖസാഇസിൽപ്പെട്ട, അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന അവന്റെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ് അൽ ഗൈബുൽ മുത്ലഖ്, നിരുപാധികം മറഞ്ഞ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. അതിൽ അവൻ ഈ സാഹിറിനെയോ അല്ലെങ്കിൽ ജ്യോത്സ്യനെയോ പങ്കാക്കി. കാരണം ആ ഗൈബ് ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് ഇവരറിയുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ചോദിച്ചതും ആ മറുപടി അയാൾ സത്യമാക്കിയതും. അയാൾ കാഫിറായി. അതിന്റെ തെളിവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ ആയത്താണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിയെ, നിങ്ങൾ പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ആരും അറിയില്ല, അൽ ഗൈബ, മറഞ്ഞ കാര്യത്തെ, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവരെപ്പോഴാണ് ബഅസ് ചെയ്യപ്പെടുക, പുനർജനിപ്പിക്കപ്പെടുക എന്ന് പോലും അവര് അറിയുന്നില്ല. ഈ ആയത്താണ് അതിന്റെ തെളിവ്. സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത്. വഖൗലുഹു തആല, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ വാക്ക്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യ കാര്യത്തിന്റെ താക്കോലുകൾ അവന്റെ കൈമലാണ്. ലാ യഅലമുഹാ, അതിനെ അറിയുകയില്ല, ഇല്ലാഹു, അവനല്ലാതെ എന്ന് അല്ലാഹു പറഞ്ഞ സ്ഥിതിക്ക് അവൻ മാത്രമേ അറിയൂ. അത് ഇവൻ അറിയുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അവരാ പറഞ്ഞതിനെ ഇവൻ സത്യമാക്കിയത്. അതുകൊണ്ട് അവർ കുഫറിലാണ്, ശിർക്കിലാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. അൽ ഖിസ്മു സാനി, രണ്ടാമത്തേത്, അയ്യസ്അലഹും വയുസദ്ദിഖഹും ഫിൽ ഗൈബിൻ നിസ്ബി, മുത്ലഖായ ഗൈബല്ല, മറിച്ച് അയാള് പോയി ചോദിച്ച സാഹിറോ അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാരോ എന്തെങ്കിലും ഒരു വസ്തുവിലേക്കോ ഒരു സ്ഥലത്തേക്കോ ചേർത്തിക്കൊണ്ട് പറഞ്ഞാൽ, അതായത് മുത്ലഖായ ഗൈബല്ലാത്ത തരത്തിൽ. ഉദാഹരണം പറയാം, ഇയാള് പോയിട്ട് ചോദിച്ചു, അയ്യസ്അലഹും അനിൽ ദ്വാല്ല, ഒരു കളഞ്ഞുപോയ സാധനത്തെ ചോദിച്ചു, സാധനം കാണാണ്ടായിട്ടുണ്ട്, അത് എവിടെയാണുള്ളത്. ഔ യസ്അലഹും അനിൽ ദ്വാഇ, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയ ഒരാൾക്ക് വേണ്ടി, വഴിക്ക് വേണ്ടിയിട്ട് ചോദിച്ചു.
ഔ യസ്അലഹും അൻ മകാനി സിഹർ, അല്ലെങ്കിൽ ആരോ സിഹർ ചെയ്തിട്ടുണ്ട്, അത് എവിടെയാ ഇട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഔ യസ്അലഹും അനിൽ മരീദി, അല്ലെങ്കിൽ ഒരു രോഗത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഔ അൻ സബബിഹി, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ കാരണത്തെ സംബന്ധിച്ച്. വനഹു ദാലിക് ഫഹാദാ ഗൈബുൻ നസ്ബിയ്യുൻ മഹ്സൂറുൻ വലൈസ ഗൈബൻ മുത്ലഖൻ. ഇത് നിരുപാധികം എന്തല്ല, ഗൈബല്ല, മറിച്ച് ഇയാൾ പറയുക അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ അടിസ്ഥാനത്തിലാണ്. എന്നോട് ഇങ്ങനെ ജിന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇയാൾ പറയുന്നുണ്ടാവുക. അങ്ങനെയാണ് ഈ സാഹിർ ഉത്തരം പറഞ്ഞതെങ്കിൽ ഈ ചോദിച്ച ആള് വിശ്വസിച്ചാൽ അന്നഹും യസ്തഖില്ലൂന ബിദാലിക്, ഈ ഉത്തരം പറഞ്ഞ ആൾക്ക് സ്വതന്ത്രമായി അത് പറയാനുള്ള അറിവുണ്ട്. വഅന്ന ശയാത്തീന ലാ തുഖ്ബിറുഹും, പിശാചുക്കൾ അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ തന്നെ അദൃശ്യജ്ഞാനം കൊണ്ട് ഇയാൾക്ക് അറിയാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സത്യമാക്കിയാൽ അത് കുഫറാണ്, അത് ശിർക്കാണ്. കാരണം ഇയാള് ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക് മുസ്തഖില്ലായ സ്വതന്ത്രമായ ഗൈബിയായ ഇൽമുണ്ട് എന്ന് വിശ്വസിച്ചു. അതേസമയം ഈ ചെന്ന് ചോദിച്ച ആളോട് ഇത് പറഞ്ഞു കൊടുത്ത സാഹിർ അല്ലെങ്കിൽ ജ്യോത്സ്യൻ അത് അയാളുടെ വകയായി പറഞ്ഞല്ല, അയാൾക്ക് മറഞ്ഞ കാര്യം മറിഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞല്ല, അത് ഞാന് ഇന്നത് വെച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറയല്ലോ, ഇന്ന കാരണം കൊണ്ട് എനിക്കിങ്ങനെ തോന്നുന്നു, അപ്പൊ അത് ഗൈബിയായിട്ടുള്ളൊരു ഉത്തരം അയാൾ കൊടുത്തിട്ടില്ല. അയാൾ എന്തേ പറയുന്നുള്ളൂ, ഒരു സബബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ട് അനുമാനം പറയുന്നേ ഉള്ളൂ, അല്ലാണ്ട് അദൃശ്യജ്ഞാനം കൊണ്ട് അത് ഇന്നെടുത്തുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ ചേർത്ത് പറഞ്ഞാൽ അത് ഇന്ന് വഹാദമ അലൈഹി അക്സറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അധികം ആളുകളും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അതാണ്. അത് നമുക്ക് കുഫറിന്റെ ഷിർക്കിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റൂല, ഷിർക്കുൽ അസ്ഗറിനെ പെടുത്താൻ പറ്റൂ. കാരണം അതിലൂടെ അവൻ ഷിർക്കുൽ അക്ബറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇത് രണ്ടാമത്തെ ഭാഗം. ഇനി അൽ ഖിസ്മു സാലിസ്, മൂന്നാമത്തെ വിഭാഗം അയ്യഅതിയഹും فهم يسألونهم عن غيب ويعتقدون أن هؤلاء السحرة يستعينون بالشياطين. ഇപ്പം പറഞ്ഞ പോലെ സാഹിറിന്റെ അടുത്ത് പോകുന്നു, കാഹിന്റെ അടുത്ത് പോകുന്നു, ഒരു ചോദ്യം ചോദിക്കുന്നു, ചോദിക്കുന്ന ആളെ വിശ്വാസത്തില് ഈ ചങ്ങായിക്ക് ഗൈബ് അറിയുന്നില്ല, മറിച്ച് എന്താ വിശ്വസിക്കുന്നത്, പിശാചുക്കൾ വന്നയാളെ അറിയിച്ചു കൊടുത്തത് അയാൾ പറയും എന്നാ വിശ്വസിക്കുന്നതെങ്കിൽ ഫഹാദാ ശിർക്കുൻ അസ്ഗറു, ഇത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. അതും സമ്മതിച്ചുകൂടാ, കബാഇറിൽ പെട്ടതാണ്. അത് സമ്മതിച്ചാൽ ശിർക്കുൻ അക്ബറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. വഫീഹി ഉഖൂബതാൻ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ശിക്ഷയുണ്ട്. ഏത്? മറ്റേ ഷിർക്കുൻ കുഫ്റായിട്ട് പോയി. എന്നാൽ ഷിർക്കുൻ അസ്ഗറാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഈ പോയതിൽ പ്രധാനമായും രണ്ട് ശിക്ഷയുണ്ട്. അതിലൊരു ശിക്ഷ ഷിർക്കുൻ അസ്ഗറാണ് എന്നുള്ളതാണ്, കബാഇറിൽപ്പെട്ട ശിക്ഷ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം തുഖ്ബൽ ലഹു സ്വലാത്തൻ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഷിർക്ക് ചെയ്തു പറഞ്ഞില്ല, മറിച്ച് അവൻ പോയത് കൊണ്ട് അവന്റെ 40 ദിവസത്തെ നിസ്കാരത്തിന് അല്ലാഹു പഴക്കിക്കളയും. പക്ഷെ ആ 40 ദിവസത്തെ നിസ്കാരം മലക്കുകൾ അയാൾ നിസ്കരിച്ചതായി എഴുതിയിട്ടുണ്ടാവും, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണേ. പക്ഷെ എന്തുണ്ടാവൂല, അതിന്റെ കൂലി അയാൾക്ക് നൽകപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്ത ആള് നാളെ ആഖിറത്തിൽ 40 ദിവസം നിസ്കരിച്ചില്ല എന്ന അർത്ഥത്തിൽ പിടിക്കപ്പെടൂല. കാരണം ഒരു വ്യക്തി നിസ്കാരം ഒഴിവാക്കുന്ന ഒരുത്തൻ കുഫറിലാണ്. എന്നാലോ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ആ നിസ്കാരത്തിന്റെ കൂലി അയാൾക്ക് നഷ്ടപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഖിസ്മു റാബിഅ, നാലാമത്തെ വിഭാഗം അയ്യഅതി അസ്സഹറ അവൽ കഹന, സാഹിര്യങ്ങളെടുത്തോ ജ്യോത്സ്യന്മാരെടുത്തോ വരിക, ഇത്യാനം മുജറദൻ ഫഖത്ത്, വെറുതെ വരുന്നത് മാത്രം. എന്തിന്? ബിദൂനി സുആൽ, ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവല്ലോ, വെറുതെ ആൾക്കാർ തങ്ങമാനത്ത് പോകുമ്പോ കൂടെ പോവാ, ഒന്നും ചോദിക്കലും പറച്ചിലൊന്നുമില്ല, അങ്ങനെ പോകുന്നു, ഒന്നും ചോദിക്കുന്നൊന്നുമില്ല.
ഇനി ചോദിച്ചാൽ തന്നെ അത് വിശ്വസിക്കുന്നൊന്നുമില്ല, വെറുതെ ചോദിക്കുന്നു, ഫഹാദാ മുഹറമുൻ ലാ യജൂസ്. അത് ഹറാമാണ്, അനുവദനീയമല്ല, അങ്ങനെ പോവാൻ പാടുള്ളതല്ല. കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മുആവിയ ഇബ്നുൽ ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിന്നാ റിജാലൻ യഅതൂനൽ ഖുഹാൻ, നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നുണ്ട്. ഖാൽ ഫലാ തഅതിഹിം, നബി പറഞ്ഞു അവരുടെ അടുത്ത് പോവരുത്. ഫഹാദാ മുഹറമുൻ, ഇത് ഹറാമാക്കപ്പെട്ടതാണ്. അപ്പൊ ആ പോക്ക് എന്ത് പോക്കായിരിക്കും? അത് നബിക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെറുതെയുള്ള പോക്കൊന്നും ചോദിക്കാനല്ല. ഇതുവാ ചോദിച്ചാൽ തന്നെ എന്തുമില്ല, അതൊട്ടും സത്യമാക്കുന്നു ഇല്ല. ഇപ്പൊ കടപ്പുറത്തെല്ലാം പോകുമ്പോ കൈ നോട്ടക്കാലിരിക്കുന്നുണ്ടാവുമല്ലോ. നമ്മളഥവാ പോയി ഇരുന്നാൽ എന്ത് പോയി? 40 ദിവസത്തെ നിസ്കാരം പോയി. പക്ഷെ ആ പോക്ക് ഹറാമാണ്. നമ്മൾ അയാളെ വിശ്വസിക്കുന്നൊന്നുമില്ല, അയാളത് ചോദിച്ചാൽ പറഞ്ഞാൽ തന്നെ തസ്ദീഖ് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും ഹറാമാണ്, അനുവദനീയം അല്ല. അൽ ഖിസ്മുൽ ഖാലിസ്, അഞ്ചാമത്തെ വിഭാഗം, അയ്യതിയഹും ലിഅജലി ഇംതിഹാനിഹിം, അവരെ പരീക്ഷിക്കാനായി അവരുടെ അടുത്ത് പോവാം. ചില തങ്ങന്മാരുടെ തട്ടിപ്പ് പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ പരീക്ഷിക്കാൻ വേണ്ടി പോവുക. അത് മശ്റൂഉൻ, ദീനിൽ നിയമമാക്കപ്പെട്ടതാണ്, അത് പോവണം. കാരണം അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിൽ പെട്ടതാണ് ആ കാര്യം. ഇതാണ് 5 വിഭാഗം. ആറാമത്തെ മസ്അല, ഹൽ തുഖ്ബലു തൗബത്തു സാഹിർ, ഈ സിഹർ ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? 2 ഖൗലുണ്ട് അഹ്ലുൽ ഇൽമിന്. അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ ഖൗല്, അന്ന തൗബത്ത സാഹിരി ഗൈറു മഖ്ബൂല, സാഹിറിന്റെ തൗബ സ്വീകരിക്കപ്പെടുക ഇല്ല, അതിനുള്ള അനുവാദം അയാൾക്ക് നൽകപ്പെടൂല. വഹുവ അൽ മശ്ഹൂറു മിൻ മദ്ഹബിൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിന്റെ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായവും അതാണ്. തൗബ ഒരു സാഹിറിനെ സംബന്ധിച്ചിടത്തോളം ഗൈറു മഖ്ബൂലയാണ്. ഇനി അയാൾ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട് എന്ന് വാദിച്ചു, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്, ഫതൗബതുഹു ഗൈറു മഖ്ബൂലത്തിൻ, എന്നാലും അവന്റെ തൗബ ഖാദി സ്വീകരിക്കൂല. ളാഹിർ നോക്കിയിട്ടാണ് ഖാദി അതിന്റെ അഭിപ്രായം പറയുക. ഇനി അഥവാ അയാൾ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ, അതോ ഒരു അല്ലാഹുമായിട്ടായിക്കൊള്ളണം. പുറമെ ഒരു സാഹിറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൗബ വിശ്വസനീയമല്ല, അതുകൊണ്ടത് സ്വീകരിക്കപ്പെടില്ല. കാരണം ഉള്ളു മുഴുവൻ എന്തായിരിക്കും? ചെളിയായിരിക്കും. സാഹിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പം വെറുതെ തൗബ ആളുകളുടെ മുന്നിൽ കാണിക്കും, അതുകൊണ്ടത് സ്വീകരിക്കപ്പെടൂല. ഉള്ളിൽ അഥവാ ഉള്ളതോടു കൂടിയാണ് തൗബ ചെയ്തതെങ്കിലോ ആഖിറത്തിൽ അത് അല്ലാഹു പരിഗണിക്കുകയും ചെയ്യും. വസ്തദല്ലു അലാ ദാലിക, അതിന്റെ തെളിവ് ഉലമാക്കൾ പറയുന്നത്, ബിഅന്ന ഇദ്ദിആഅ അത്തൗബ മിന അസ്സാഹിരി ഗൈറു ളാഹിരിൻ ലിഅന്ന ഹാദാ അംറുൻ ഖഫിയ്യുൻ ലാ യകാദു യുഅലം, ഒരു സാഹിർ തൗബ ചെയ്തു എന്നെല്ലാം പറഞ്ഞാൽ അത് വിശ്വസിക്കൽ പ്രയാസമുള്ള സംഗതിയാണ്. എന്തുകൊണ്ടാ? ഓന അറിഞ്ഞോണ്ടല്ലേ ഈ ശിർക്കും കുഫ്റും ഒക്കെ ചെയ്തത്, അതിൽ ഉറച്ചു നിന്ന് അയുമായി പണിയെടുക്കുന്ന ആളല്ലേ. അപ്പൊ അയാൾ തൗബ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അവിശ്വസനീയമായ കാര്യമാണ്, അതുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു അവന്റെ തൗബ മഖ്ബൂലത്താണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അതേപോലത്തെ ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്ത് ചെയ്താലും തൗബ സ്വീകരിക്കപ്പെടും എന്നുള്ളതിന്. അതുകൊണ്ട് 2 അഭിപ്രായമുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും സവാബായിട്ടുള്ള വൽ അഖ്റബു ഫീ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ സാഹിറിന്റെ തൗബ സ്വീകരിക്കപ്പെടുകയോ ഇല്ലയോ എന്നതിൽ അഖ്റബായ, ശരിയോട് ഏറ്റവും അടുത്ത മസ്അല അയ്യുഖാൽ അന്ന തൗബത സാഹിരി മഖ്ബൂല, സാഹിറിന്റെ തൗബ സ്വീകരിക്കപ്പെടും എന്ന് പറയലാണ് അതിന്റെ കാരണം. ലാക്കിൻ പക്ഷേ ബിശറുത്തി അൻ തഖൂമൽ ഖറാഇനു അലാ സിദ്ഖി തൗബതിഹി വസലാഹി അഖീദതിഹി, മറ്റെന്തെങ്കിലും ചില തെളിവുകൾ നമുക്ക് ബോധ്യപ്പെടണം. അയാള് ചെയ്യുന്നത് സത്യസന്ധമായ തൗബയാണ്, അല്ലെങ്കിൽ അയാളുടെ അഖീദ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അയാളുടെ തൗബ സ്വീകരിക്കപ്പെടില്ല. സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഖാദിക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും കരീന കിട്ടണം. ഒന്നുകിൽ അടുത്തൊരു ചങ്ങായി
വിശ്വസ്തനായ ഒരു ഖാദിയുമായി ബന്ധപ്പെട്ട ഒരാള് ഇവൻ തൗബ നസൂഹായി ചെയ്തതാണ് എന്ന് പറയണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അയാളുടെ അമലുകൾ കൊണ്ട് ഇവർക്കത് ബോധ്യമാവണം. ആ ഷർത്തോട് കൂടി സാഹിറിന്റെ തൗബ സ്വീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ നോക്കാം. ചിലപ്പോ അങ്ങനെ ആദ്യം നോക്കും, അതിൽ ഒഴിവായി നിൽക്കുന്നുണ്ടോ, അയാൾ അഖീദ സഹിയായത് പ്രഖ്യാപിക്കുന്നുണ്ടോ, അതൊക്കെ നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പ്രഖ്യാപിക്കും എന്റെ തൗബ മഖബൂലാണ്, ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഇയാളെ സാഹിറായി ആക്ഷേപിക്കേണ്ടതില്ല എന്ന് ഖാദി പറയും. ഖലീല നോക്കിയിട്ടാണ് ഖാദി അത് തീരുമാനിക്കുക. ഇനി സിഹർ ചെയ്യപ്പെട്ട ആളുകളിൽ നിന്ന് ആ സിഹറിനെ എങ്ങനെയാണ് കളയാൻ പറ്റുക? അതിലും ചില മസലകൾ ഉണ്ട്. അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ ഖൗല്, ഖുർആനിനെ കൊണ്ടാണ് അത് ഒഴിവാക്കേണ്ടത്. വൽ അദ്ഇയ, ദുആകൾ കൊണ്ട്, വൽ ഖിറാഅത്തിൽ മുബാഹ, അനുവദിക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ എന്തൊക്കെയാണോ അത് ഓതിക്കൊണ്ട്, ഫഹദ ജായിസുൻ, ഇത് അനുവദനീയമാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അർഖിയത്തു അശ്ശറഇയ്യ. വലാ ബഅസ ബിഹി, കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യലുണ്ട്. ലിഉമൂമാത്തിൽ അദില്ലത്തി ദാല്ലത്തി അല റുഖിയ്യ, അങ്ങനെ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള തെളിവുകൾ അതിനെ സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ട്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ ബിർറുഖാ മാ ലം തകുൻ ശിർകൻ. റുഖ ചെയ്തതിനെ കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അത് എന്തായിക്കൂടാ, ശിർക്ക് ആയിക്കൂടാ. ശിർക്ക് അല്ലെങ്കിൽ അതിനെ കൊണ്ട് പ്രശ്നമില്ല. ഈ വിഷയം വരുന്ന എപ്പാന്ന് വെച്ചാല്, നമുക്ക് ഇയാൾ മസ്ഹൂറാണ് എന്ന് തെളിയിക്കപ്പെട്ടാലാണ്. എങ്ങനെയാ തെളിയിക്കപ്പെടുക? ഒന്നുകിൽ വഹി കിട്ടണം, അതിപ്പോ ഇല്ല. അതല്ലെങ്കിൽ വഹയുള്ള കാലത്ത് മസ്ഹൂറായി തെളിയിക്കപ്പെട്ടവരിൽ കണ്ട ചില അടയാളങ്ങൾ വെച്ചുകൊണ്ട് അനുമാനിക്കപ്പെടണം. അല്ലാണ്ട് സിഹറാന്ന് ഉറപ്പിക്കാൻ നമ്മുടെ കൈമേൽ ഒന്നുമില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംശയം തോന്നിയാൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഖുർആന്റെ ആയത്തുകളും ഹദീസിൽ വന്ന ദുആകളും മറ്റും വെച്ചുകൊണ്ട് റുഖിയ ചെയ്യാം. ആര് ചെയ്യും? സ്വന്തം. റുഖിയ ചെയ്യേണ്ടത് സ്വന്തമാണ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതി അല്ല. എന്നല്ല, അങ്ങനെ ചെയ്യിപ്പിച്ചവരെ 70,000 പേരുടെ കൂട്ടത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 70,000 എണ്ണത്തിൽ നിന്നും അവര് പുറത്താണ്. അങ്ങനെ ചെയ്യിപ്പിച്ചവർ സ്വയം ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഖസായിസിൽപ്പെട്ടതാണ്. നമ്മൾ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളുടെ ദുആയിനേക്കാളും ഖബൂലിയത്ത് ആരുടെ ദുആയിനായിരിക്കും? റസൂലുള്ളാഹിന്റെ ദുആയിനായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വയം ചെയ്യലാണ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അലാ ഉഖ്ബിറുക ബി അഫ്ദലി മാ തഅവ്വദ ബിഹിൽ മുതഅവ്വിദൂൻ. കാവൽ തേടുന്ന ആളുകൾ കാവൽ തേടിയ ഏറ്റവും ശ്രേഷ്ഠമായ സൂറകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഇതിനു വേണ്ടിയുള്ള ആയത്തുകളിൽ പെട്ടതാണ്. അത് ജായിസാണ്. രണ്ടാമത്തേത് ഹില്ലു സിഹ്രി അനിൽ മസ്ഊരി ബിസിഹ്രി മിസ്ലി. സിഹർ ബാധിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ അതേ സിഹർ തിരിച്ചു ചെയ്തുകൊണ്ട് അതിനെ ഒഴിവാക്കൽ. അത് പാടുണ്ടോ ഇല്ലയോ? അനുവദിക്കപ്പെട്ട സംഗതിയല്ല. അത് സിഹറിന് പകരം സിഹർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പോലെ തന്നെ ഇവരും ആവും. അതുകൊണ്ട് ആ വിഷയത്തിൽ ജായിസായ ശറഅ നിയമമാക്കിയിട്ടുള്ള സംഗതി ഈ പറഞ്ഞ ഖുർആൻ ആയത്തുകളും മുഅവ്വിദതൈനിയും ഹദീസിൽ വന്ന ദുആകളും ഒക്കെ കൂടി ചൊല്ലി ദുആ ചെയ്യുക, സ്വയം കയ്യിലൂതുക, ശരീരം തടവുക, ഇതെല്ലാം അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ഇതാണ് പ്രധാനമായും സിഹറുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ചില മസലകളും കൂടിയുണ്ട്. താൽക്കാലികമായി ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട്, കാസർഗോഡ് എത്തണം. ഇൻഷാ അല്ലാഹ് ഇതിലില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൂർത്തിയാക്കാം. ബാറക്കല്ലാഹു ഫീക്കും.
سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.